പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, ഉറവിടങ്ങളിലേക്ക് ഏറ്റവും പ്രാർത്ഥനയോടെ സ്നേഹത്തോടെ നിങ്ങളെല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. യോഹന്നാൻ്റെ സുവിശേഷം ദൈവവചനം പഠിക്കാൻ ദൈവം തന്നിരിക്കുന്ന ഈ സുന്ദരമായ നിമിഷങ്ങളെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയാം. അതിന് ദൈവം നമ്മെ യോഗ്യരാക്കിയതിന് ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യാം. യോഹന്നാൻ്റെ സുവിശേഷം 7-ാം അധ്യായത്തിലേക്ക് നാം ആമുഖം പറഞ്ഞ് പ്രവേശിച്ചു കഴിഞ്ഞു. ഇനി 7-ാം അധ്യായത്തിൻ്റെ വായനയിലേക്ക് നമ്മൾ കടക്കുകയാണ്. 7-ാം അധ്യായത്തിലെ ദൈവിക രഹസ്യങ്ങൾ മനസ്സിലാക്കാൻ പരിശുദ്ധാത്മാവിൻ്റെ സഹായം യാചിച്ചുകൊണ്ട് വചനത്തിൻ്റെ അമ്മയായ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം അപേക്ഷിക്കാം. കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവ് നിന്നോടുകൂടെ, നീ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. നിന്റെ ഉദരഫലമായ നമ്മുടെ കർത്താവ് ഈശോ മിശിഹാ വാഴ്ത്തപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴെപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. യോഹന്നാൻ്റെ സുവിശേഷം 7-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമ്മൾ യേശുവിൻ്റെ 2 ഭാവങ്ങൾ ഈ 7-ാം അധ്യായത്തിൽ നിന്ന് കാണുകയാണ്. ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ സൂചിപ്പിച്ചിരുന്നു, കൂടാരത്തിരുനാളിൻ്റെ പശ്ചാത്തലത്തിലാണ് ഈ ഭാഗം യോഹന്നാൻ എഴുതുന്നത്. കൂടാരത്തിരുനാളിന് പ്രധാനമായും 2 അടയാളങ്ങൾ സജീവമായിരുന്നു. 1 വെള്ളം, 2 വെളിച്ചം. ഈ പശ്ചാത്തലത്തിലാണ് ജീവജലത്തിൻ്റെ അരുവിയെക്കുറിച്ചും ലോകത്തിൻ്റെ പ്രകാശമാണ് താൻ എന്നതിനെക്കുറിച്ചും യേശു വിവരിക്കുന്നത്. ഇനി 7-ാം അധ്യായത്തിൽ നമ്മൾ യേശുവിൻ്റെ 2 ഭാവങ്ങൾ കണ്ടുമുട്ടുന്നുണ്ട്. യേശുവിൻ്റെ 2 മുഖങ്ങൾ. 1, യേശു രഹസ്യത്തിൽ ജനത്തിനിടയിൽ സഞ്ചരിക്കുന്ന യേശു. 2, പരസ്യമായി ജനത്തെ പഠിപ്പിക്കുന്ന യേശു. ഇങ്ങനെ 7-ാം അധ്യായത്തെ കൃത്യമായി യേശുവിൻ്റെ 2 ഭാവങ്ങളെ നമുക്ക് വേർതിരിച്ച് കാണാനായിട്ട് പറ്റും. 7-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 13 വരെയുള്ള തിരുവചനമാണ് ജീസസ് ഇൻ പ്രൈവറ്റ്, രഹസ്യത്തിൽ സഞ്ചരിക്കുന്ന യേശു. നമുക്കതുകൊണ്ട് ആ ഭാഗം വായിക്കാം. ആ ഭാഗത്ത് നമ്മൾ 3 കൂട്ടം മനുഷ്യരെ, അവരുടെ നിലപാടുകളെ, അവർക്ക് യേശുവിനോടുള്ള സമീപനത്തെ പരിചയപ്പെടുകയും ചെയ്യും. അതുകൊണ്ട് ഇത് മനസ്സിൽ വെച്ചുകൊണ്ട് നമുക്ക് ആദ്യത്തെ 13 വാക്യങ്ങൾ ധ്യാനിക്കാനായിട്ട് പരിശ്രമിക്കാം. അപ്പോൾ രഹസ്യത്തിൽ ജനത്തിനിടയിലൂടെ സഞ്ചരിക്കുന്ന യേശു. 7-ാം അധ്യായം 1-ാം തിരുവചനം. യേശു ഗലീലിയിൽ ചുറ്റി സഞ്ചരിച്ചുകൊണ്ടിരുന്നു. യഹൂദർ അവനെ വധിക്കാൻ അവസരം പാർത്തിരുന്നതിനാൽ യൂദയായിൽ സഞ്ചരിക്കാൻ അവൻ ഇഷ്ടപ്പെട്ടില്ല. യഹൂദരുടെ കൂടാരത്തിരുനാൾ സമീപിച്ചിരുന്നു. അവൻ്റെ സഹോദരന്മാർ അവനോട് പറഞ്ഞു, നീ ചെയ്യുന്ന പ്രവൃത്തികൾ നിന്റെ ശിഷ്യന്മാർ കാണേണ്ടതിന് നീ ഇവിടം വിട്ട് യൂദായിലേക്ക് പോവുക. പരസ്യമായി അറിയപ്പെടാൻ ആഗ്രഹിക്കുന്നവൻ രഹസ്യമായി പ്രവർത്തിക്കുകയില്ല. നീ ഇതെല്ലാം ചെയ്യുന്നെങ്കിൽ നിന്നെ ലോകത്തിന് വെളിപ്പെടുത്തുക. അവൻ്റെ സഹോദരന്മാർ പോലും അവനിൽ വിശ്വസിച്ചിരുന്നില്ല. യേശു പറഞ്ഞു, എൻ്റെ സമയം ഇതുവരെയും ആയിട്ടില്ല. നിങ്ങൾക്കാകട്ടെ എപ്പോഴും അനുകൂലമായ സമയമാണല്ലോ. ലോകത്തിന് നിങ്ങളെ വെറുക്കാൻ സാധിക്കുകയില്ല. എന്നാൽ അതിൻ്റെ പ്രവൃത്തികൾ തിന്മയാണെന്ന് ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നതിനാൽ അതെന്നെ വെറുക്കുന്നു. നിങ്ങൾ തിരുനാളിന് പൊയ്ക്കൊള്ളുവിൻ. ഞാൻ ഈ തിരുനാളിന് പോകുന്നില്ല. എന്തെന്നാൽ എൻ്റെ സമയം ഇനിയും പൂർത്തിയായിട്ടില്ല. പ്രകാരം പറഞ്ഞ് അവൻ ഗലീലയിൽ തന്നെ താമസിച്ചു. എന്നാൽ അവൻ്റെ സഹോദരന്മാർ തിരുനാളിന് പോയതിനു ശേഷം അവനും പോയി, പരസ്യമായല്ല, രഹസ്യമായി. അവൻ എവിടെയെന്ന് ചോദിച്ചുകൊണ്ട് തിരുനാളിൽ യഹൂദർ അവനെ അന്വേഷിച്ചുകൊണ്ടിരുന്നു. ആളുകൾ അവനെപ്പറ്റി രഹസ്യമായി പലതും പറഞ്ഞിരുന്നു. അവനൊരു നല്ല മനുഷ്യനാണെന്ന് ചിലർ പറഞ്ഞു. അല്ല, അവൻ ജനങ്ങളെ വഴിപിഴപ്പിക്കുന്നുവെന്ന് മറ്റു ചിലരും. എങ്കിലും യഹൂദരെ ഭയന്ന് ആരും അവനെപ്പറ്റി പരസ്യമായി ഒന്നും സംസാരിച്ചില്ല. 13 വാക്യങ്ങൾ. ഈ 13 വാക്യങ്ങളിൽ നമ്മൾ കാണുന്നത് 3 കൂട്ടം മനുഷ്യർക്ക് യേശുവിനോടുള്ള സമീപനത്തെ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും. ഒന്നാമത്തേത് യേശുവിൻ്റെ സഹോദരന്മാർ. അപ്പോൾ ഈ ഭാഗത്തേക്ക് നമ്മൾ എത്തുന്നതിന് മുമ്പ് നമുക്കതിൻ്റെ ആമുഖം യോഹന്നാൻ പറയുന്നതിനെ വായിക്കാം. യേശു ഗലീലിയിൽ ചുറ്റി സഞ്ചരിച്ചുകൊണ്ടിരുന്നു. നിങ്ങളുടെ മനസ്സിൽ ഈ യേശുവിൻ്റെ സഞ്ചാരപഥത്തിൻ്റെ ഭൂമിശാസ്ത്രപരമായ ഒരു അടയാളപ്പെടുത്തൽ ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഗലീലി, യൂദയ. ഗലീലി, യൂദയ. ഗലീലി എന്ന് പറയുന്നത് നോർത്താണ്, യൂദയ എന്ന് പറയുന്നത് സൗത്താണ്. അപ്പോൾ ഗലീലിയിൽ നിന്ന് യൂദയായിലേക്കും യൂദയായിൽ നിന്ന് ഗലീലിയിലേക്കുമുള്ള
സഞ്ചാരമാണ് യേശുവിൻ്റെ സുവിശേഷത്തിൻ്റെ യാത്ര. ഈ 3 വർഷത്തെ യേശുവിൻ്റെ പരസ്യജീവിതം ഗലീലയിൽ നിന്ന് യൂദയായിലേക്കും യൂദയായിൽ നിന്ന് ജെറുസലേമിലേക്കും ഈശോ മാറി മാറി സ്വിച്ച് ചെയ്ത് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടാണ് യോഹന്നാൻ അവതരിപ്പിക്കുന്നത്. അപ്പോൾ യേശു ഗലീലയിൽ ചുറ്റി സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഗലീലയിൽ വെച്ചാണ് യേശു അപ്പം വർദ്ധിപ്പിക്കുന്ന സംഭവം നടത്തുന്നതും അതുപോലെ തന്നെ ഗലീലയിൽ വെച്ചാണ് യേശു ദിവ്യകാരുണ്യ പ്രബോധനം നൽകുന്നതും. അതിനുശേഷം കർത്താവ് യേശു മിശിഹ ഗലീലയിലേക്ക് പോകാൻ ആഗ്രഹിച്ചെങ്കിലും അവൻ അവിടേക്ക് പോകാൻ തീരുമാനിച്ചില്ല. കാരണം യഹൂദർ എന്ന് പറയുന്നത് യഹൂദ മതത്തിൽപ്പെട്ട എല്ലാവരും എന്ന അർത്ഥത്തിലല്ല. അത് യോഹന്നാന്റെ സുവിശേഷം വായിക്കുമ്പോൾ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. യഹൂദർ അവനെ വധിക്കാൻ എന്ന് പറഞ്ഞാൽ ജെറുസലേമിലെ അധികാരസ്ഥാനത്തിരുന്ന ചില യഹൂദന്മാർ എന്ന് മാത്രമാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ യഹൂദർ അവനെ വധിക്കാൻ എന്ന് പറഞ്ഞാൽ ജെറുസലേമിലെ യഹൂദരിൽ ചിലർ, അധികാരസ്ഥാനത്തിരുന്ന യഹൂദരിൽ ചിലർ, ജെറുസലേമിൽ ഉണ്ടായിരുന്ന ചിലർ അവനെ വധിക്കാൻ അവസരം നോക്കിയിരുന്നതിനാൽ യൂദയായിൽ സഞ്ചരിക്കാൻ അവൻ ഇഷ്ടപ്പെട്ടില്ല. 2-ാമത്തെ വാക്യം, യഹൂദരുടെ കൂടാരത്തിരുന്നാൾ അടുത്തിരുന്നു. കൂടാരത്തിരുന്നാളിനെ കുറിച്ച് വിശദമായി ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ സംസാരിച്ചിരുന്നു, അതുകൊണ്ട് അത് വിശദീകരിക്കുന്നില്ല. ഇനി 3-ാമത്തെ വാക്യം മുതലാണ് യേശുവിനോടുള്ള യേശുവിൻ്റെ സഹോദരന്മാരുടെ നിലപാട്. അവൻ്റെ സഹോദരന്മാർ അവനോട് പറഞ്ഞു. അപ്പോൾ ഇവിടെ ആദ്യം നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് ആരാണ് യേശുവിൻ്റെ ഈ സഹോദരന്മാർ. ഞാൻ ചില വാക്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ്. മർക്കോസിൻ്റെ സുവിശേഷം 6-ാമത്തെ അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. യേശു അവിടെ നിന്ന് സ്വന്തം നാട്ടിലെത്തി, ശിഷ്യന്മാർ അവനെ അനുഗമിച്ചു. ഇനി 3-ാമത്തെ വാക്യം, പലരും ആശ്ചര്യപ്പെട്ട് പറയുകയാണ്, ഇവൻ മറിയത്തിൻ്റെ മകനും യാക്കോബ്, യോസെ, യൂദാസ്, ശിമയോൻ എന്നിവരുടെ സഹോദരനുമായ മരപ്പണിക്കാരനല്ലേ? ഇവൻ്റെ സഹോദരിമാരും ഇവിടെ നമ്മുടെ കൂടെ ഇല്ലേ? അങ്ങനെ പറഞ്ഞ് അവർ അവനിൽ ഇടറി. ഇവിടെ യേശുവിൻ്റെ സഹോദരന്മാർ എന്ന വിധത്തിൽ പറഞ്ഞിരിക്കുന്നത് യാക്കോബ്, യോസെ, യൂദാസ്, ശിമയോൻ, 4 പേർ. പിന്നെ പേര് പറയാത്ത സഹോദരിമാരും, അവൻ്റെ സഹോദരിമാരും നമ്മുടെ ഇടയിൽ ഉണ്ടല്ലോ, നമ്മുടെ കൂടെ ഉണ്ടല്ലോ. അപ്പം 4 സഹോദരന്മാരും കുറേ സഹോദരിമാരും എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇനി അടുത്ത ഒരു വാക്യം വായിക്കാം. 1 കൊരിന്തോസ് 9-ാം അധ്യായം 5-ാമത്തെ വാക്യം. 1 കൊരിന്തോസ് 9:5. മറ്റ് അപ്പസ്തോലന്മാരും കർത്താവിൻ്റെ സഹോദരന്മാരും കേപ്പായും ചെയ്യുന്നത് പോലെ സഹോദരിയായ ഒരു സ്ത്രീയെ കൊണ്ട് നടക്കാൻ ഞങ്ങൾക്കും അവകാശമില്ലേ? അപ്പോൾ ഇതാണ് ഇവിടെ പറയുന്നത്, മറ്റപ്പസ്തോലന്മാരും കർത്താവിൻ്റെ സഹോദരന്മാരും. കണ്ടോ? ഇനി വേറൊരു വാക്യം വായിക്കാം. ഗലാത്യ ലേഖനം 1-ാം അധ്യായം 19-ാമത്തെ വാക്യം. ഗലാത്യ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 19-ാമത്തെ വാക്യം. കർത്താവിൻ്റെ സഹോദരനായ യാക്കോബിനെ അല്ലാതെ അപ്പസ്തോലന്മാരിൽ മറ്റാരെയും ഞാൻ കണ്ടില്ല. വീണ്ടും ഇവിടെ ആവർത്തിക്കുകയാണ്, കർത്താവിൻ്റെ സഹോദരൻ. ഇനി അപ്പസ്തോല പ്രവർത്തനം 1-ാം അധ്യായത്തിൻ്റെ 12 മുതൽ 14 വരെ വാക്യങ്ങളിൽ വീണ്ടും ഈ സഹോദരന്മാരെ കുറിച്ചുള്ള പരാമർശം കാണാൻ പറ്റും. ഈ വാക്യങ്ങൾ നിങ്ങൾ പരിചയപ്പെടുന്നത് നല്ലതാണ്. അപ്പസ്തോല പ്രവർത്തനം 1-ാം അധ്യായത്തിൻ്റെ 12 മുതൽ ഉള്ള വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നത് 14-ാമത്തെ വാക്യം വരുമ്പോൾ, ഇവർ ഏകമനസ്സോടെ യേശുവിൻ്റെ അമ്മയായ മറിയത്തോടും മറ്റ് സ്ത്രീകളോടും അവൻ്റെ സഹോദരന്മാരോടുമൊപ്പം പ്രാർത്ഥനയിൽ മുഴുകിയിരുന്നു. വീണ്ടും കണ്ടോ, യേശുവിൻ്റെ സഹോദരന്മാർ. ഇനി 15-ാം അധ്യായം, അപ്പസ്തോല പ്രവർത്തനത്തിൻ്റെ 15-ാം അധ്യായത്തിൻ്റെ 13-ാമത്തെ വാക്യത്തിൽ നമ്മൾ വീണ്ടും വായിക്കുന്നു, അവർ പറഞ്ഞവസാനിപ്പിച്ചപ്പോൾ യാക്കോബ് പറഞ്ഞു, സഹോദരന്മാരെ. ഈ യാക്കോബ് എന്ന് പറയുന്നത് കർത്താവിൻ്റെ സഹോദരനായ യാക്കോബ് എന്ന് നേരത്തെ പരാമർശിച്ച യാക്കോബാണ്. ഇനി അപ്പസ്തോല പ്രവർത്തനം 21-ാമത്തെ അധ്യായത്തിൽ 18-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുകയാണ്, അടുത്ത ദിവസം
പൗലോസ് ഞങ്ങളോടൊത്ത് യാക്കോബിൻ്റെ അടുത്തേക്ക് പോയി. അവിടെ ഇതും കർത്താവിൻ്റെ സഹോദരനായ യാക്കോബ് എന്ന് പറയുന്ന യാക്കോബിനെ കുറിച്ചാണ്. ഇനി ഗലാത്യ ലേഖനം നമ്മൾ വായിച്ചു. അതുപോലെ തന്നെ ഇനി ഗലാത്യ ലേഖനത്തിൻ്റെ 1-ാം അധ്യായം വായിച്ചു. ഇനി 2-ാം അധ്യായത്തിൽ വേറൊരു പരാമർശം നമുക്ക് വായിക്കാം. ഗലാത്യ ലേഖനത്തിൻ്റെ 2-ാമത്തെ അധ്യായം 9-ാമത്തെ വാക്യം. നേതൃസ്തംഭങ്ങളായി ഗണിക്കപ്പെട്ടിരുന്ന യാക്കോബും കേപ്പായും യോഹന്നാനും. ഈ യാക്കോബ് എന്ന് പറയുന്നത് കർത്താവിൻ്റെ സഹോദരനായ യാക്കോബാണ്. കർത്താവിൻ്റെ സഹോദരനായ യാക്കോബിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ഇനി 2-ാം അധ്യായത്തിൻ്റെ 12-ാമത്തെ വാക്യത്തിൽ വീണ്ടും വായിക്കുന്നു, യാക്കോബിൻ്റെ അടുത്ത് നിന്ന് ചില വരുന്നത് വരെ അവൻ വിജാതീയരോടൊപ്പം ഇരുന്ന് ഭക്ഷിച്ചു. ആ യാക്കോബും കർത്താവിൻ്റെ സഹോദരനായ യാക്കോബാണ്. ഇനി യാക്കോബിൻ്റെ ലേഖനത്തിൻ്റെ 1-ാം അധ്യായം 1-ാം വാക്യവും യൂദാസിൻ്റെ ലേഖനം 1-ാം അധ്യായം 1-ാം വാക്യവും പറയുന്നത് കർത്താവിൻ്റെ ദാസനും അപ്പസ്തോലനുമായ എന്നാണ്. അപ്പോൾ ആ 1:1 പറയുന്ന നമുക്കൊന്ന് വായിക്കാം. യൂദാസിൻ്റെ ലേഖനം 1:1, യേശുക്രിസ്തുവിൻ്റെ ദാസനും യാക്കോബിൻ്റെ സഹോദരനുമായ യൂദാസ്. യാക്കോബിൻ്റെ സഹോദരനുമായ, കർത്താവിൻ്റെ സഹോദരനായ യാക്കോബ്, യാക്കോബിൻ്റെ സഹോദരനായ യൂദ. അപ്പോൾ അതുപോലെ തന്നെ വീണ്ടും നമ്മൾ യാക്കോബിൻ്റെ ലേഖനത്തിലും 1-ാം അധ്യായം 1-ാം വാക്യം, ദൈവത്തിൻ്റെയും കർത്താവിൻ്റെയും കർത്താവായ യേശുക്രിസ്തുവിൻ്റെയും ദാസനായ യാക്കോബ്. ഈ യാക്കോബും ഈ യൂദായും യേശുവിൻ്റെ സഹോദരന്മാരായ യാക്കോബ്, യൂദ എന്ന് നമ്മൾ മർക്കോസിൽ വായിച്ച ആ യാക്കോബ് യൂദായുമാണ് ഈ ലേഖനകർത്താക്കളായ യാക്കോബും യൂദായും. ഞാൻ ഈ ബൈബിളിൽ യേശുവിൻ്റെ സഹോദരന്മാരെന്ന് പറയുന്ന ആ വാക്യങ്ങളെല്ലാം തന്നെ എടുത്ത് വായിച്ചത് ഈ വാക്യങ്ങളെക്കുറിച്ച് നമുക്ക് അറിവുണ്ടായിരിക്കുകയും അതെന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് നമുക്ക് വ്യക്തമാവുകയും ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഇവിടെ യേശുവിൻ്റെ സഹോദരന്മാരെന്ന് പരാമർശിച്ചിരിക്കുന്ന വ്യക്തികളെക്കുറിച്ച് ബൈബിളിൻ്റെ ആദിമസഭയുടെ പശ്ചാത്തലത്തിലും പാരമ്പര്യത്തിലും സഭ ആരംഭകാലം മുതലേ കൃത്യമായ പരാമർശങ്ങൾ സഭാപിതാക്കന്മാരുടെ കാലം മുതലേ ഉണ്ട്. മനസ്സിലാക്കിയിരുന്നത്, ഈ സഹോദരന്മാരെ മനസ്സിലാക്കിയിരുന്നത് പരിശുദ്ധ കന്യകാമാതാവിൽ നിന്ന് യോസേപ്പ് പിതാവിന് ഉണ്ടായ മക്കളായിട്ടല്ല, മറിച്ച് ഇത് യേശുവിൻ്റെ കസിൻസ്, ബന്ധുക്കൾ എന്ന അർത്ഥത്തിലാണ്. സഹോദരന്മാരും സഹോദരിമാരും. ഇത് സ്ഥാപിക്കുന്നതിന് ബൈബിളിൽ അനേകം ഉദാഹരണങ്ങളുണ്ട്. ഉദാഹരണത്തിന് അബ്രഹാമും ലോത്തും പറയുന്നു, നമ്മൾ സഹോദരന്മാരാണല്ലോ. എബ്രായ ഭാഷയിൽ, അരമായ ഭാഷയിൽ കസിൻസിനും രക്തബന്ധത്തിൽപ്പെട്ട ഒരമ്മയുടെ മക്കളായ സഹോദരന്മാർക്കും എല്ലാം ഉപയോഗിച്ചിരുന്നത് ഒരേ ഒരു വാക്കാണ്. അപ്പോൾ ഈ സഹോദരൻ എന്ന് പറഞ്ഞാൽ അമ്മ പെറ്റ മക്കളുമാകാം, ബന്ധുക്കളുമാവാം എന്നതാണ് എബ്രായ ഭാഷയിലെ ഈ വാക്ക് ഉപയോഗിക്കുന്ന വിധം. അപ്പോൾ അതുകൊണ്ട് തന്നെ സഹോദരന്മാർ എന്ന വാക്ക് ഉപയോഗിച്ചത് കൊണ്ട് മാത്രം പരിശുദ്ധ അമ്മയിൽ നിന്ന് കന്യകാമാതാവ് പ്രസവിച്ച യോസേപ്പ് പിതാവിന് കന്യകാമാതാവിൽ നിന്നുണ്ടായ മക്കൾ എന്ന അർത്ഥം സഭ ആരംഭകാലം മുതലേ ഇതിന് കണ്ടിരുന്നില്ല. മറിച്ച് ദൃക്സാക്ഷികളും പരിശുദ്ധ കന്യകാമാതാവിനെ കണ്ടവരും യോഹന്നാൻ്റെ കൂടെ അമ്മ ജീവിച്ചിരുന്ന ആ കാലത്തെക്കുറിച്ച് പരിചയമുള്ളവരും യോഹന്നാൻ്റെ ശിഷ്യന്മാരും ഒക്കെ ആയിരുന്ന സഭാപിതാക്കന്മാരുടെ പ്രബോധനത്തിൻ്റെ പിന്തുടർച്ചയിൽ അവർ പഠിപ്പിച്ചിരുന്നത് ഇത് യേശുവിൻ്റെ ഡയറക്റ്റ് സഹോദരന്മാർ അല്ല, മറിച്ച് കസിൻസാണ് എന്ന അർത്ഥത്തിലാണ്. അതാണ് കത്തോലിക്ക തിരുസഭ അല്ലെങ്കിൽ അപ്പസ്തോലിക സഭകൾ സ്വീകരിക്കുന്ന സഹോദരന്മാർ എന്ന ആശയത്തെക്കുറിച്ച് സ്വീകരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വ്യാഖ്യാനം. ഞാൻ ഇതുമായി ബന്ധപ്പെട്ട യേശുവിൻ്റെ സഹോദരന്മാർ ഈ പരിശുദ്ധ അമ്മയുടെ മക്കളായിരുന്നു എന്ന അർത്ഥത്തിൽ വിശദമായിട്ട് മുൻപ് പഠിപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ വിഷയം കൂടുതൽ പഠിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ അത് യൂട്യൂബിൽ ആ വീഡിയോ അവൈലബിൾ ആണ്. അപ്പോൾ അതുകൊണ്ട് അത് മാത്രം പരാമർശിച്ച് നമ്മുടെ സമയപരിമിതി കൊണ്ട് ഞാൻ മുന്നോട്ട് പോവുകയാണ്. ഇവിടെ നമ്മൾ അവൻ്റെ സഹോദരന്മാർ എന്ന് പറയുന്നത് അവൻ്റെ കസിൻസാണ്. അപ്പോൾ നമ്മളിവിടെ കാണുന്നത് യേശുവിൻ്റെ പരസ്യജീവിത കാലത്ത് യേശുവിൻ്റെ സഹോദരന്മാരോ കുടുംബക്കാരോ പരിശുദ്ധ കന്യകാമാതാവ് ഒഴിച്ച് ബാക്കി ആരും തന്നെ യേശുവിൻ്റെ ദൈവത്വത്തിലോ യേശുവിൻ്റെ ദൈവനിയോഗത്തിലോ വിശ്വസിച്ചിരുന്നില്ല.
യേശുവിൻ്റെ സഹോദരന്മാരെല്ലാവരും തന്നെ യേശുവിനെ ദൈവപുത്രനായി അംഗീകരിക്കുന്നതും മിശിഹായെ അംഗീകരിക്കുന്നതും പന്തക്കുസ്തായ്ക്ക് ശേഷം മാത്രമാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതി, ഇപ്പോൾ അവിശ്വസിക്കുന്ന യേശുവിൻ്റെ ഈ സഹോദരന്മാർ പന്തക്കുസ്തായ്ക്ക് ശേഷം യേശുവിന് വേണ്ടി മരിക്കാൻ തയ്യാറാവുന്നു. സഭയിൽ, ആദിമസഭയിൽ, ജെറുസലേമിലെ സഭയിൽ പത്രോസ് അപ്പസ്തോലനും അതുപോലെ തന്നെ മറ്റ് അപ്പസ്തോലന്മാരും പീഡനം മൂലം അവർ സഭയിൽ നിന്ന് അന്ത്യോക്യയിലേക്കും റോമിലേക്കും മറ്റ് സ്ഥലങ്ങളിലേക്കും മാറിപ്പോകുന്ന സമയത്ത് ജെറുസലേമിലെ സഭയുടെ നേതൃത്വം ഏറ്റെടുക്കുന്നത് കർത്താവിൻ്റെ സഹോദരനായ യാക്കോബാണ്. അതുകൊണ്ടാണ് പൗലോസ് അപ്പസ്തോലൻ പറയുന്നത്, കർത്താവിൻ്റെ സഹോദരനായ യാക്കോബിനെ അല്ലാതെ വേറെ ആരെയും ഞാൻ കണ്ടില്ല എന്ന് പറയുന്നതിൻ്റെ കാരണം ഈ യാക്കോബാണ് അവിടെ സഭയുടെ നിയന്ത്രണം ഏറ്റെടുക്കുന്നത്. ആ യാക്കോബാണ് ലേഖനം എഴുതിയ യാക്കോബ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, യേശുവിൻ്റെ സഹോദരന്മാർ യേശുവിൻ്റെ പരസ്യജീവിത കാലത്ത് വിശ്വസിച്ചിരുന്നില്ല. യേശുവിൻ്റെ ദൈവനിയോഗത്തിലോ ദൈവത്വത്തിലോ വിശ്വസിച്ചിരുന്നില്ല. അവരെല്ലാവരും വിശ്വസിക്കുന്നത് പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വന്നു കഴിയുമ്പോഴാണ്. അത്ര മനോഹരമായ ഒരു പാഠമാണത്. അവിശ്വാസത്തിൽ നിന്ന് വിശ്വാസത്തിലേക്ക്, യേശുവിനെ ഒരു സാധാരണ വ്യക്തിയിൽ നിന്ന് യേശുവിനെ ഒരു ദൈവമായി കാണുന്ന വിധത്തിലേക്ക് ഒരു മനുഷ്യൻ രൂപാന്തരപ്പെടണമെങ്കിൽ അവനിൽ ഒരു പന്തക്കുസ്ത സംഭവിക്കണം. നമ്മളിന്ന് കാണുന്ന ഏറ്റവും വലിയ അപകടം യേശുവിൻ്റെ ദൈവത്വത്തെയും യേശുവിൻ്റെ അതുല്യതയും യേശുവിൻ്റെ യുണീക്ക്നെസ്സിനെയും അംഗീകരിക്കാനാവാത്ത വിധം ഹൃദയം അടഞ്ഞുപോയ ഒരവസ്ഥയിൽ അനേകരെത്തിപ്പെടുന്നുണ്ട്. പല മതങ്ങളിൽ ഒരു മതമായി ക്രിസ്തു മതത്തെയും പല വഴികളിൽ ഒരു വഴിയായി യേശുവിനെയും കാണുന്ന ആ സമ്പ്രദായം പരിശുദ്ധാത്മാവിൻ്റെ ബന്ധക്കുസ്ത അനുഭവിക്കാത്തത് കൊണ്ടാണ്. പരിശുദ്ധാത്മാവ് നിറഞ്ഞ ഒരു വ്യക്തിയും യേശുവിനെ പല രക്ഷാമാർഗങ്ങളിലൊന്നായി കാണുന്ന വ്യക്തികളാവാൻ കഴിയില്ല. അങ്ങനെ ആവാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതി, നമുക്ക് യേശുവിൻ്റെ വില തിരിച്ചറിയാനാവുന്നില്ലെങ്കിൽ നമ്മൾ കരങ്ങൾ ഉയർത്തിയും കണ്ണുനീരൊഴുക്കിയും മുട്ടിന്മേൽ നിന്നും നിലവിളിക്കേണ്ടത് ഒരു പുതിയ പന്തക്കുസ്ത നമ്മുടെ ഇടയിൽ ഉണ്ടാകണമേ എന്നാണ്. അപ്പോൾ അതാണ് എനിക്ക് ഈ കാര്യവുമായി ബന്ധപ്പെട്ട് പങ്കുവെക്കാനുള്ള ഒരു ആശയം. അപ്പോൾ ഇനി ഈ സഹോദരന്മാർ എന്താണ് അവർ പറയുന്നത്? രഹസ്യത്തിൽ സഞ്ചരിക്കുന്ന യേശു, അവിടെ 3 കൂട്ടം മനുഷ്യർ. ആദ്യത്തേത് യേശുവിൻ്റെ സഹോദരന്മാർ എന്താണ് പറയുന്നത്? അവൻ്റെ സഹോദരന്മാർ അവനോട് പറഞ്ഞു, നീ ചെയ്യുന്ന പ്രവൃത്തികൾ നിന്റെ ശിഷ്യന്മാർ കാണേണ്ടതിന് ഇവിടം വിട്ട് യൂദയായിലേക്ക് പോവുക. അവർ പറയുന്നത്, നീ ചെയ്യുന്ന പ്രവൃത്തികൾ മറ്റാരും ചെയ്യുന്ന പ്രവൃത്തികൾ അല്ല. ഇവിടെ ഈ ഗലീലയിലെ ഏതൊരു സാധാരണക്കാരനും ചെയ്യുന്ന പ്രവൃത്തികൾക്കപ്പുറമാണ് നിന്റെ പ്രവൃത്തികൾ. അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യുക, ഈ പ്രവൃത്തികൾ തിരുനാളിന് ലക്ഷക്കണക്കിന് ആളുകൾ ഒരുമിച്ച് കൂടുന്ന ആ അവസരത്തിൽ നീ ഇത്തരം അടയാളങ്ങൾ, ഇപ്പോൾ ഉദാഹരണത്തിന് അപ്പം വർദ്ധിപ്പിച്ച സംഭവം കഴിഞ്ഞതേ ഉള്ളൂ, ഇത്തരം അടയാളങ്ങൾ നീ ജെറുസലേമിൽ പോയി കാണിച്ചാൽ അവിടെയുള്ള ജനങ്ങൾ നിന്നെ വിശ്വസിക്കും. അപ്പോൾ പറയുകയാണ്, ഇവിടം വിട്ട് നീ യൂദയായിലേക്ക് പോവുക. പരസ്യമായി അറിയപ്പെടാൻ ആഗ്രഹിക്കുന്നവൻ രഹസ്യമായി പ്രവർത്തിക്കുകയില്ല. ഈ വാക്യം നിങ്ങൾ ഓർത്തിരിക്കണം. രഹസ്യമായിട്ട് ഇങ്ങനെ ഇരിക്കുകയില്ല, പരസ്യമായിട്ട് അറിയപ്പെടാൻ ആഗ്രഹിക്കും. അപ്പോൾ ഇവിടെ ഒരു ചോദ്യം വരാം, യേശു പരസ്യമായിട്ട് അറിയപ്പെടാൻ ആഗ്രഹിക്കുന്നുണ്ടോ? മൊത്തത്തിൽ സുവിശേഷം വായിക്കുമ്പോൾ 4 സുവിശേഷങ്ങളുടെയും വെളിച്ചത്തിൽ ഒരു നല്ല വായനക്കാരനായി നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, യേശു പരസ്യമായി അറിയപ്പെടാൻ ആഗ്രഹിച്ച ആളല്ല. പലരോടും യേശു പറയുന്നത്, ഓരോ അടയാളങ്ങൾക്ക് ശേഷവും ഓരോ അത്ഭുതങ്ങൾക്ക് ശേഷവും യേശു പറയുന്നത്, നിങ്ങളിതാരോടും പറയരുത് എന്നാണ്. അപ്പോൾ ഇതാരോടും പറയരുത് എന്ന് പറഞ്ഞാൽ അവൻ പരസ്യമായി അറിയപ്പെടാൻ ആഗ്രഹിച്ചില്ല. എന്നാൽ ഇവർ പറയുകയാണ്, പരസ്യമായി അറിയപ്പെടാൻ ആഗ്രഹിക്കുന്നവൻ. ഒരു ചോദ്യം വരും, യേശു അങ്ങനെ ആഗ്രഹിച്ചില്ലല്ലോ. ഈ വാക്കുകൾ വെളിച്ചത്ത് കൊണ്ടുവരുന്നത് ഇവരുടെ ആഗ്രഹമാണ്. അതായത് അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിക്കുന്ന ഞങ്ങളുടെ ബന്ധുവായ, ഞങ്ങളുടെ കസിനായ ഒരു സഹോദരൻ ലോകത്തിനു മുമ്പിൽ ഈ അത്ഭുതങ്ങൾ പ്രവർത്തിച്ച് പരസ്യമായി അറിയപ്പെടുമ്പോൾ ഞങ്ങളും അറിയപ്പെടും. അപ്പോൾ അതാണ് അവരുടെ ഒന്ന്, അവർക്കുള്ള പരസ്യമായി അറിയപ്പെടാനുള്ളൊരാഗ്രഹം, യേശുവിൻ്റെ പേരിൽ അവർക്ക് ആളാവാനും വലുതാവാനുമുള്ളൊരാഗ്രഹം. ഇതാണ് അവരുടെ ഉള്ളിൽ നിന്ന് വരുന്ന വാക്കുകൾ സൂചിപ്പിക്കുന്ന ഒരാശയം.
രണ്ടാമതായിട്ട് അവർ പറയുകയാണ്, പരസ്യമായിട്ട് അറിയപ്പെടാൻ ആഗ്രഹിക്കുന്നവൻ രഹസ്യമായി പ്രവർത്തിക്കുകയില്ല. നീ ഇതെല്ലാം ചെയ്യുന്നെങ്കിൽ നിന്നെ ലോകത്തിന് വെളിപ്പെടുത്തുക. അവൻ്റെ സഹോദരന്മാർ പോലും അവനിൽ വിശ്വസിച്ചിരുന്നില്ല. ഇനി ഈ പറയുന്ന ഈ സഹോദരന്മാരുടെ ഈ വാക്കുകൾ വായിക്കുമ്പോൾ നിങ്ങൾക്ക് മറ്റൊരാളുടെ മുഖം തെളിഞ്ഞു വരും. മറ്റൊരാളുടെ മുഖം മനസ്സിൽ തെളിഞ്ഞു വരും. അതായത് മരുഭൂമിയിൽ വെച്ച് സാത്താൻ യേശുവിനെ പ്രലോഭിപ്പിക്കുന്ന സമയത്ത് സാത്താൻ പറഞ്ഞ 3 പ്രലോഭനങ്ങളിലെ ഒരു പ്രലോഭനം, നീ അനേകം ആളുകൾ തടിച്ചുകൂടുന്ന ജെറുസലേമിൻ്റെ ആ ജനമധ്യത്തിൽ വെച്ച് നീ ദേവാലയത്തിൻ്റെ ഗോപുരത്തിൻ്റെ മുകളിൽ നിന്ന് താഴേക്ക് ചാടുക. ഡിസ്പ്ലേ യുവർ പവർ സോ ദാറ്റ് ദ പീപ്പിൾ മേ ബിലീവ് ഇൻ യു. നിന്റെ അതിമാനുഷിക, അതിസ്വാഭാവിക, നിന്റെ അസാധാരണ ശക്തി നീ മനുഷ്യരുടെ മുമ്പിൽ കാണിക്കുക, ഡിസ്പ്ലേ ചെയ്യുക. അപ്പോൾ അവർ നിന്നിൽ വിശ്വസിക്കും. അപ്പോൾ നീ എന്ത് ചെയ്യുക? ഗോപുരത്തിൻ്റെ മുകളിൽ നിന്ന് താഴേക്ക്. സോ ദ ടോൺ ഓഫ് ദ ബ്രദേഴ്സ് ഓഫ് ജീസസ് ഈസ് എക്കോയിങ് ദ ടോൺ ഓഫ് സൈറ്റൻ ഇൻ ദ വിൽഡർനെസ്. മരുഭൂമിയിൽ വെച്ച് സാത്താൻ പറഞ്ഞ സ്വരത്തിന് സമാനമായ സ്വരമാണ് യേശുവിൻ്റെ സഹോദരന്മാരുടെ സ്വരം. അതായത് ടു മേക്ക് എ പബ്ലിക് ഡിസ്പ്ലേ ഓഫ് യുവർ സെൽഫ്. നിന്നെ മറ്റുള്ളവരുടെ മുമ്പിൽ ഒരു 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 അവതരണ വസ്തുവാക്കി മാറ്റുക. അങ്ങനെ നിന്റെ കഴിവുകൾ പ്രകടിപ്പിക്കുക. അങ്ങനെ നീ എല്ലാവരുടെയും മുമ്പിൽ അറിയപ്പെടുക. ഇവിടെ ഒരു ദൈവ ശുശ്രൂഷകനെ സംബന്ധിച്ച് അയാൾ മറ്റുള്ളവർക്ക് ബോധ്യം വരാൻ എന്തെങ്കിലും തൻ്റെ ബോധപൂർവമായ പ്ലാൻ കൊണ്ട് കാണിക്കുന്നതല്ല ഒരു ദൈവശുശ്രൂഷകൻ്റെ വഴി. ഒരു ദൈവശുശ്രൂഷകൻ ദൈവശുശ്രൂഷ ചെയ്തുകൊണ്ടേയിരിക്കുന്നു. പ്രവർത്തിക്കുന്നത് ദൈവമാണ്. അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിക്കുന്നത് ദൈവമാണ്. ദൈവം തന്നിലൂടെ പ്രവർത്തിക്കുന്ന അത്ഭുതങ്ങളും അടയാളങ്ങളും ലോകത്തെ ബോധ്യപ്പെടുത്തുന്നതിന് ഒരു ദൈവശുശ്രൂഷകൻ ഒന്നും ചെയ്യേണ്ടതില്ല. ദൈവമാണത് വെളിപ്പെടുത്തുന്നത്. ബോധപൂർവമായ, കരുതിക്കൂട്ടിയുള്ള, ആസൂത്രിതമായ പരിശ്രമങ്ങൾ തങ്ങളിലൂടെ പ്രവർത്തിക്കുന്ന ദൈവശക്തിയെ ലോകത്തിന് ബോധ്യപ്പെടുത്താൻ ചെയ്യുന്ന ഏതൊരാളും മരുഭൂമിയിൽ വെച്ച് സാത്താൻ പറഞ്ഞ ആ പ്രലോഭനത്തിനും യേശുവിൻ്റെ സഹോദരന്മാർ യേശുവിൻ്റെ മുമ്പിലേക്ക് വെച്ച് നീട്ടുന്ന ആ പ്രലോഭനത്തിനും വിധേയരായി പോകുന്നവരാണ്. ആ പ്രലോഭനത്തിൽ വീണു പോകുന്നവരാണ്. അതായത് തങ്ങളിലൂടെ പ്രവർത്തിക്കുന്ന ദൈവശക്തിയെ ലോകത്തിന് മുമ്പിൽ തുറന്നു കാണിക്കാൻ കരുതിക്കൂട്ടി ചില കാര്യങ്ങൾ ചെയ്യാൻ ഇത് സാത്താൻ്റെ സ്വരമാണ്. അത് വളരെ സൂക്ഷ്മമായി നമ്മൾ നോക്കിയാലേ നമുക്ക് മനസ്സിലാവുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അവൻ്റെ സഹോദരന്മാർ പോലും അവനിൽ വിശ്വസിച്ചിരുന്നില്ല. ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് നമുക്ക് ഈ ചിന്തകൾ അവസാനിപ്പിക്കാം. എന്തുകൊണ്ടാണ് സഹോദരന്മാർക്ക് യേശുവിൽ വിശ്വസിക്കാൻ പറ്റാതിരുന്നതിൻ്റെ കാരണം? എന്താണ് കാരണം? ആ കാരണമാണ് ഫെമിലിയാരിറ്റി, അതിപരിചയത്വം, ഫ്രീക്വൻസി, അതിപരിചയത്വം. അവർക്ക് പരിചയമുള്ള, ഞങ്ങളുടെ കുടുംബത്തിൽ തന്നെയുള്ള, ഞങ്ങളുടെ ബന്ധുവായ, ഞങ്ങളുടെ വീട്ടിൽ തന്നെയുള്ള ഒരാൾ. ഒരു കാര്യം പ്രത്യേകം നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. ഫെമിലിയാരിറ്റി ഈസ് വൺ തിങ് ആൻഡ് ഫെയ്ത്ത് ഈസ് യെറ്റ് അനദർ തിങ്. പരിചയത്വമല്ല വിശ്വാസം. യേശുവിനെ പരിചയമുണ്ട് എന്നത് യേശുവിനെ വിശ്വസിക്കുന്നു എന്നതാവണമെന്നില്ല. ഫെമിലിയാരിറ്റി ഫെയ്ത്ത് അല്ല. പരിചയത്വം വിശ്വാസമല്ല. പരിചയമുണ്ട് എന്നത് യേശുവിലുള്ള വിശ്വാസത്തിൻ്റെ തെളിവല്ല. ഒരുപാട് കാര്യങ്ങൾ യേശുവിനെ സംബന്ധിച്ച് എനിക്കറിയാമായിരിക്കും. പക്ഷെ അപ്പോഴും ഞാൻ യേശു എന്ന വ്യക്തിയിൽ, യേശു ചെയ്ത കാര്യങ്ങളിൽ വിശ്വസിക്കുന്നുണ്ടാവില്ല. അല്ലെങ്കിൽ യേശുവിന് വേണ്ടി ജീവിതം എറിഞ്ഞു കൊടുക്കാൻ പറ്റുന്ന വിധത്തിൽ യേശുവിനെ വിശ്വസിക്കുന്നുണ്ടാവില്ല. നമ്മൾ മനസ്സിലാക്കേണ്ട സംഗതി ഇതാണ്. പരിചയപ്പെടൽ കൊണ്ട് ഒരാളുടെ വിശ്വാസത്തെ അളക്കാൻ പറ്റില്ല. യു മേ നോ ടു വെൽ അബൌട്ട് ജീസസ് ക്രൈസ്റ്റ്, ടു മച്ച് അബൌട്ട് ജീസസ് ക്രൈസ്റ്റ്,
but at the same time may not be believing in the person of Jesus Christ. സോ അതാണ് നമ്മളിവിടെ കാണേണ്ടത്. സഹോദരന്മാർ യേശുവിനെ ഒത്തിരി പരിചയമുള്ളവരാണ്, പക്ഷെ അവർ യേശുവിൽ വിശ്വസിക്കുന്നില്ല. ഈ ചിന്തകൾ നമുക്കിവിടെ അവസാനിപ്പിക്കാം. കർത്താവ് ഈശോമിശിഹായുടെ വലിയ കരുണയിൽ ആശ്രയിച്ചുകൊണ്ട് ഈ ദിവസം നമ്മൾ ഈ ധ്യാനിച്ച കാര്യങ്ങളുടെ വെളിച്ചത്തിൽ നമുക്ക് കുറേ കൂടി യേശുവിനോടുള്ള നമ്മുടെ ബന്ധം എങ്ങനെയാണ് എന്ന് ആലോചിക്കാനും അതിനെ കൂടുതൽ ആഴമുള്ളതാക്കി മാറ്റാനും പരിശ്രമിക്കാം. എനിക്ക് വേണ്ടിയും നിങ്ങൾ പ്രാർത്ഥിക്കണം. നിങ്ങളെയും ഞാൻ പ്രാർത്ഥനകളിൽ അനുസ്മരിക്കുന്നു. വീണ്ടും അടുത്ത എപ്പിസോഡിൽ ഈ വചനത്തിൻ്റെ തുടർന്നുള്ള ഭാഗങ്ങളുമായി കണ്ടുമുട്ടുന്നതുവരെയും ദൈവം നിങ്ങളെ ആരോഗ്യത്തിലും ആയുസ്സിലും സമാധാനത്തിലും കാത്തു സൂക്ഷിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.